നമസ്കാരം ഗൈസ്. അപ്പോൾ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും നടന്നുകൊണ്ടിരുന്ന വേൾഡ് കപ്പ് അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്പെയിൻ ചാമ്പ്യന്മാരായി. അർജന്റീന രണ്ടാമത് ഫിനിഷ് ചെയ്തു. മൂന്നാമതായിട്ട് ഇംഗ്ലണ്ടും നാലാമതായിട്ട് ഫ്രാൻസ് ഫിനിഷ് ചെയ്തു. എന്തൊരു ടൂർണമെൻ്റ് ആയിരുന്നു അല്ലേ, എന്തൊരു ഇൻസിഡൻസ്. ഇന്നലത്തെ കാര്യം തന്നെ പറയാം. ഇന്നലെ സെൻഡ് ഓഫ് ആയ പ്ലെയർ, ഞാൻ അയാൾ എത്ര വൃക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം കഴിഞ്ഞ കോപ്പ അമേരിക്ക ജയിച്ചപ്പോൾ ഇയാൾ നടത്തിയുള്ള വംശാധിക്ഷേപ ചാനലുകൾ കിട്ടുന്നുണ്ടാവും. ആണെങ്കിൽ ഗൂഗിൾ പോയി സെർച്ച് ചെയ്ത് നോക്ക്. അതിൻ്റെ മീനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളും അയാളെ വെറുത്തു പോകും. നിങ്ങൾ അർജന്റീന ഫാനാണെങ്കിൽ പോലും മൂക്ക് ചിലവിങ്ങനെ മറ്റേ വിരൽ വയ്ക്കും അയാൾ പറഞ്ഞ കാര്യം കൊടുത്തിട്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫുട്ബോൾ നാഷനാണ് ശരിക്കും അർജന്റീന. മെസ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ രാജ്യം എന്നുള്ള കൾച്ചറും അവിടുത്തെ അവരെ പ്ലെയറിൻ്റെ മെൻറ്റാലിറ്റിയും ഒക്കെയും എനിക്ക് ഭയങ്കര വംശീയമായിട്ട് ആൾക്കാരെ പോലെയാണ് എനിക്ക് അർജന്റീനയിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കതുകൊണ്ട് അർജന്റീന എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സ്പെയിൻ ചാമ്പ്യന്മാരിൽ എനിക്കൊരു ഹാപ്പി ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. ആക്ച്വലി അവർ ഡിസർവ്ഡ് ആയിരുന്നു ഒരു ചാമ്പ്യൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടീമായിരുന്നു അവരുടെ. ഇപ്പോൾ ഞാൻ ഗോൾ കീപ്പർ തൊട്ടിട്ട് ഇവൻ സ്ട്രൈക്കർ വരെ എടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ബ്ലൻഡ് ആയിട്ടുള്ള ലെവൻ ഒരു ടീമിനുണ്ടായിരുന്നില്ല. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ, ഡിഫൻസ് ലൈൻ, മിഡ്ഫീൽഡ് ലൈൻ, ഫ്രണ്ട് ലൈൻ ആണെങ്കിലും എല്ലാതും ഒരു പെർഫെക്റ്റ് ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. നമുക്കത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് മാനേജർ അതിനെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഏറ്റവും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സ്റ്റാറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ആ ടീം 6 സെക്കൻഡിനുള്ള ഉള്ളിൽ ഒരു പ്രസ് ബീറ്റ് ചെയ്തിട്ട് പന്തിനെ തിരിച്ചെടുക്കുന്നതാണ് പറയണത്. അതുപോലെ അവരെ പ്രസ് ചെയ്യാനും പറ്റില്ല. ഒരുമാതിരി മാൻ സിറ്റി കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഗോളുടെ കീഴിൽ എങ്ങനെയാണ് മാൻ സിറ്റി കളിക്കേണ്ടത് അതേപോലെ ശരിക്കും അതിൽ ജിക്സോ പീസ് പോലെ കളിക്കില്ലേ റോഡ്രി, ഹി ഡൺ ദാറ്റ് ജോബ് ഇന്നലെ. ശരിക്കും അർജന്റീന പ്ലേയേഴ്സ് പന്ത് കിട്ടാണ്ട് നല്ല വിരകായിരുന്നു. എന്ത് ചെയ്യണം പാനിക്കായിരുന്നു പല കൂടുതൽ. അവരത് കാരണം അഗ്രഷനിൽ അങ്ങറ്റം പോയി. നീ കളി കണ്ടിട്ട് ഏറ്റവും അവസാനം സംഭവങ്ങൾ കണ്ട അയ്യോ. പ്രൊഫഷണലായിട്ട് ഫുട്ബോളിൽ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരു തോൽവി അംഗീകരിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരാണ് ഈ അർജന്റീനക്കാർ. ഇങ്ങനെയാണ് അവർ സിറ്റുവേഷൻ അല്ലെങ്കിൽ. കാരണം അവർ തോറ്റത് എന്തുകൊണ്ടാണ്? സ്പെയിൻ എത്രത്തോളം മികച്ചതായി തോന്നുന്നത് അർജന്റീന തോറ്റത് അവരത് അംഗീകരിക്കാത്തത്. എന്തൊരു ടീമാണല്ലേ, എന്തൊരു മെൻറ്റാലിറ്റിയാണ് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ സ്കാലോണിയുടെ പ്രസ് മീറ്റ് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. അയാൾ ആ ടീമിനെ 2019 ഇപ്പോൾ ഇന്നലെ വരെ ആ ടീമിനെ സെറ്റപ്പ് ചെയ്തത് ശരിക്കും മാതൃകയാകും. ഒരു കപ്പില്ലാണ്ട് അല്ലെങ്കിൽ ഭയങ്കര മോശം പോകുന്ന ഒരു ഫുട്ബോൾ നാഷണൽ അല്ലെങ്കിൽ ഫുട്ബോൾ ക്ലബിന് മാതൃകയാകാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ശരിക്കും സ്കാലോണി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വേൾഡ് കപ്പ് ആകുമ്പോൾ ഏത് മാനേജറാണ് അർജന്റീനയ്ക്ക് വേണ്ടി വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്പെയിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും മോസ്റ്റ് കംപ്ലീറ്റ് ആയ ടീമാണ്. പക്ഷേ മോസ്റ്റ് കംപ്ലീറ്റ് ടീം ആവുന്നത് അങ്ങനെയാണോ? അല്ല, മാനേജറുടെയും ആ ടീം ശരിക്കും മോസ്റ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇല്ല. ശരിക്കും കംപ്ലീറ്റ് ടീം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇല്ല. ഒരു ടീം കംപ്ലീറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജറിൻ്റെ കൂടെയും ഒരു ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഒരു ടീം കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ അതിനുള്ള റിസോഴ്സ് വേണം. എന്തായാലും അതിനുള്ള റിസോഴ്സ് സ്പെയിനുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഏതൊരു പൊസിഷൻ എടുക്കുകയാണെങ്കിലും അവർക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡ്രിക്ക് ആണെങ്കിൽ ഒരു ജനറേഷണൽ ടാലൻ്റാണ് ശരിക്കും. ഒരു വിപ്ലവമാണ് ശരിക്കും ആ പൊസിഷനിൽ അയാളെ തീർത്തിട്ടുള്ളത്. എന്ത് അടിപൊളിയായിട്ടാണ് അയാൾ ആ കളി നിയന്ത്രിച്ചത്. ആളുടെ ഒരു നിയന്ത്രണം കൊണ്ട് മാത്രമാണ് 90 മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനങ്ങാൻ പോലും പറ്റാണ്ടിരുന്നത്. പുള്ളി ഗ്രൗണ്ടിലത്തെ എല്ലാ സ്ഥലത്തും അയാൾ എത്തുന്നുണ്ടായിരുന്നു. അയാളുടെ ടച്ച് അവിടെ എല്ലാ ഭാഗത്തും അയാളോട്. ആളുടെ ഹീറ്റ് മാപ്പ് വേണമെങ്കിൽ എടുത്ത് നോക്കിയാളോട്. ആളുടെ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു മിഡ്ഫീൽഡർ പെർഫോം ചെയ്യണത്. എൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കായിരുന്നു ഇന്നലത്തെ അയാളുടെ പെർഫോമൻസ്. ശരിക്കും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കുക്കറയും പോറയും കളിച്ച കളി അടിപൊളിയായിരുന്നു. അവരെ കളി കറക്റ്റായിട്ട് അവർ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യമാലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബൈന ശേഷം എന്നുള്ള നിക്കോ വില്യംസും ഇവരെല്ലാവരും ടീമിൽ അതിനനുസരിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്ട്രൈക്കർ റോളോ സ്രേ പോലെ കുറച്ച് നിരാശപ്പെടുത്തിയെന്ന് നമുക്ക് തോന്നും. പക്ഷേ പുള്ളിയുടെ ചാൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓൾമോയ്ക്ക് ചേർന്ന പെഡ്രി, പിന്നെ ഗോൾ നേടിയ ഫെറാൻഡോർസ് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു മനുഷ്യനാണ്. 2017 വേൾഡ് കപ്പ് കൊച്ചിയിൽ നടക്കുമ്പോൾ അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. 2017 ആ വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് സ്പെയിൻ്റെ കളി കാണാൻ എനിക്ക് ഒരു അവസരം കിട്ടിയായിരുന്നു. അന്ന് ഫെറാൻഡോർസിന് ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിയിൽ ഒന്നൊരു ലെഫ്റ്റ് ബാക്ക് ഉണ്ടായിരുന്നു, സ്പാനിഷ് പ്ലെയർ.
പുള്ളീനെയും വന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആബൽ റൂസ് ആയിരുന്നു അന്നത്തെ സ്റ്റാർ പ്ലെയർ. അങ്ങനെ ഈ സ്പാനിഷ് ടീമിൽ ഫെറാൻ ടോറസ് ഗോൾ അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നി. കാരണം ഞാൻ എൻ്റെ കൺമുമ്പിലാണ് ഒരു പയ്യൻ, ഒരു 17 വയസ്സ് പോലും തികയാത്തൊരു പയ്യൻ ലോകത്തെ ഏറ്റവും മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റിൽ ഗോൾ അടിച്ചിട്ട് സ്വന്തം രാജ്യത്തിന് ജയിപ്പിക്കുക എന്ന് പറയുന്നത്, അത് കാണാമെന്ന് പറയുന്നത് അതൊരിക്കലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം. അറ്റ് ദി എൻഡ് സ്പെയിൻ ഈ ലോകകപ്പ് നേടിയത് സമ്പൂർണ്ണ മേധാവിത്വത്തോടെയാണ്. അവർക്ക് 5 ഗോൾ അടിച്ചിട്ട് ഒരു മെയിൻ ഗോൾ സ്കോറർ ഉണ്ടായിരുന്നു, പിന്നെ വെറൈറ്റി ഗോൾ സ്കോറേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക്, പിന്നെ പ്രോപ്പർ ഒരു ഡിഫൻസ് ലൈൻ അവർക്ക് ഉണ്ടായിരുന്നു, നല്ലൊരു മിഡ്ഫീൽഡ് അവർക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ചാമ്പ്യൻ ടീം ഉണ്ടാകുന്ന ഒരു മെൻറ്റാലിറ്റി അവർക്ക് ഉണ്ടായിരുന്നു. ഇതാണ് ഒരു ടെക്സ്റ്റ് ബുക്ക് ടീമാണ്. 2010 സ്പെയിൻ ടീമിന് ശേഷം കാണുന്ന ഏറ്റവും ബെസ്റ്റ് ടീം വേൾഡ് കപ്പ് അടിച്ചത് 2026 ഈ സ്പാനിഷ് ടീമാണ്. അപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് വീഡിയോകളൊക്കെ അവസാനിക്കുകയാണ്. നമുക്ക് ഇനി ക്ലബ് സീസണുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ ആയിട്ട് ഞാനിനി വരും. എല്ലാവരും എൻ്റെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ എന്താ അഭിപ്രായമാണെങ്കിലും നിങ്ങൾ പറയുക. നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം.